ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എല്ലാവരും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒരാളായ റീഗയുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മോളെ വന്നിട്ട്. മോളുടെ പേര് നിലിക എന്നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ പേര് ഡിനിലും ഇവളുടെ പേര് റീഗ. അപ്പം അങ്ങനെ രണ്ട് ലാസ്റ്റ് എടുത്ത് പേര് വെച്ചാന്ന് തോന്നണം കേട്ടോ എനിക്ക്. അങ്ങനെ സുടുവളെ കണ്ടപ്പോഴേക്കും ബേബിയാണ്, ബേബിനെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ ബേബിനെ കളിപ്പിക്കലും എടുക്കലും മടിയിൽ വെക്കാൻ പറയലൊക്കെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേടിയായിരുന്നു, ബേബി അങ്ങ് വീണാലോ താഴെയെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ തന്നെ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ഞങ്ങൾ ആക്ച്വലി കുറച്ച് നേരത്തെ എത്തിയിട്ടാ. അവൾ 7 മണി പറഞ്ഞായിരുന്നു, പക്ഷേ 8 മണിയോട് കൂടിയാണ് കേക്ക് കട്ട് ചെയ്തിട്ടോ. എല്ലാവരും വരാനായിട്ട് കുറച്ച് പേരൊക്കെ ലേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് 8 മണിയായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. എല്ലാ കുട്ടികൾക്കും ഓരോ പ്രോപ്സൊക്കെ കൊടുത്തിട്ട് അവിടെ സ്റ്റേജിൽ കയറ്റിയിട്ട് നിർത്തിയായിരുന്നു കേട്ടോ. സുധു അതിന് ശേഷം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. എല്ലാ ഫോട്ടോസിലും, എല്ലാ ഫാമിലി ഫോട്ടോസിലും അവളുണ്ട്. എല്ലാവരും വിചാരിക്കും അവരുടെ മൂത്ത മോളായിരിക്കുന്നു, കാരണം എല്ലാ ഫോട്ടോയിലും അവളുണ്ടല്ലോ. അതുകൊണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുധു അവളുടെ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവൻ തന്നെ നല്ല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാസിംഗ് ദ ബോളായിരുന്നു, പക്ഷേ ബോളിലെത്ത കാരണം പാസിംഗ് ദ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ച് പാട്ടൊക്കെ പാടാണ് കേട്ടോ. റിഗയുടെ പാട്ടൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. പിന്നെ അപ്പോഴേക്കും പിന്നെ സുഡു വീണ്ടും ഞങ്ങളത് മുന്നത്തെ ആയിട്ട് ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കുറച്ച് പേരുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ സുഡുവിന് മടിയിൽ വെച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മടിയിൽ വെക്കാത്തതിനുള്ള വിഷമത്തിലൊക്കെ ആയിരുന്നു. മടിയിൽ വെച്ച് കൊടുത്തപ്പോൾ വളരെ ഹാപ്പിയായി. കൊച്ചിന് എന്താ പറയുക, ചിരിച്ചൊക്കെ ഇരുന്നായിരുന്നു. എല്ലാവരും പോയായിരുന്നു കേട്ടോ. പിടിച്ച് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ചെറിയൊരു ഗാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കപ്പിൾസിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. കാരണം നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക വാക്ക് ഉണ്ടായിരുന്നു. കപ്പിൾസിന് വേണ്ടിയിട്ടൊരു ഫാഷൻ ഷോ തന്നെ പറയും. കുറച്ച് കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നിട്ടൊരു കുറച്ച് അധികം കപ്പിൾസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയില്ല, ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് ഞാൻ അങ്ങടെ മാത്രമാണ് വിടുന്നുള്ളത്. റീഗയ്ക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. റീഗോട് വെച്ച് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടാൽ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, നീ ഭംഗിയില്ലെങ്കിലും എൻ്റെ ഭംഗി ഉണ്ടാവണമെന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വൈബുള്ളതാണ് റീഗ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷത്തിന് ശേഷം ഞങ്ങൾ 7th പഠിക്കുമ്പോൾ ഞങ്ങളൊരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് അങ്ങനെ ഷെയർ ചെയ്യാൻ കിട്ടിയത് കേട്ടോ. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സുഡു കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കതിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചായിരുന്നു കേട്ടോ. സെക്കൻഡ് പ്രൈസ് അടിച്ചപ്പോൾ സുഡുവിനെ വിളിച്ചു സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെറിയൊരു ഗിഫ്റ്റ് അവർ തന്നായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഗേളാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങാനായിട്ട് നിന്നിട്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ സുഡു പറയുകയാണെങ്കിൽ ഇത് അവളുടെ ഗിഫ്റ്റാണ്, നമ്മളെന്തിനാ വാങ്ങണം, പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വീണ്ടും കുറേ കളിപ്പിക്കൽ. അതിന് അവൾക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ടും അവൾക്ക് ഫുഡ് വേണ്ട. അവൾ അവനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചാൽ അവൾ കളിപ്പിച്ചോണ്ടിരിക്കട്ടെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഫുഡൊക്കെ എടുക്കാൻ പോയി കേട്ടോ. അങ്ങനെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ നോൺ വെജ് അന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ കഴിച്ചില്ല. ഗോപി മഞ്ചൂരി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ സുഡ് പൊറോട്ട എടുത്തോണ്ട് വന്നേക്കാം, വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസും കളിയൊക്കെ ആയിരുന്നു. റീക്ക് പിന്നെ ആരായാലും കുഴപ്പമില്ല, ഡാൻസ് കളിക്കാനൊന്നും കുഴപ്പമില്ല. അവിടെ നല്ലൊരു ഡാൻസറാണ് കേട്ടോ. ആക്ച്വലി മോഹിനിയാട്ടം സ്പെഷ്യലിസ്റ്റൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കുറേ തപ്പാങ്കുത്തും അതും ഇതൊക്കെ ആയിട്ട് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈമായിരുന്നു കേട്ടോ. റീക്ക് ശരിക്കും ഒരു താങ്ക്സ് പറയണം. റീക്കിൻ്റെ ഇന്നില്ല, കാരണം ഇങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം പോകാൻ പറ്റിയതല്ലോ. പിന്നെ കുറേ ഡാൻസും അതും ഇതൊക്കെ ആയിട്ട് കളിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളൊരു 10:30 കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, കാരണം നമുക്കൊരു 1 hour ട്രാവലിംഗ് ഉള്ള കാരണം നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. അവരെല്ലാവരും ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ലേറ്റാക്കാൻ നിന്നില്ല, വീണ്ടും പോയി. പിന്നെ സുഡു അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായിരുന്നില്ല, എല്ലാവരുമായിട്ട് ഫ്രണ്ട്സായി. അവൾക്ക് വരണ്ടെന്നായി. പിന്നെ എങ്ങനെയാണ് അവൾ എടുത്തുകൊണ്ട് പോയെന്ന് നമുക്കൊരു അറിവില്ല, കാരണം അത്രയ്ക്കും എന്താ പറയുക കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വേണ്ട പോണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടോ. അച്ഛന് കൈവേദനയായിരുന്നു, അച്ഛന് ഡാൻസൊന്നും ചെയ്യാൻ വന്നില്ലെന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തരായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുഡിന് കുറച്ച് എന്താ പറയുക ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അവൾ റീഗ എല്ലാ കുട്ടികൾക്കും അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട്. നമ്മളങ്ങനെ അധികം എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാറില്ലേ പതിവ്. നമ്മൾ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അപ്പോൾ സുഡിന് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. സുഡിന് നല്ല സന്തോഷമായി, കാരണം അവൾക്ക് കുറേ ചെറിയ ക്ലിപ്സുകൾ, അതുപോലെ ഡ്രോയിങ് ബുക്സ്, അതുപോലെ ചെറിയ എന്താ പറയുക സ്ലേറ്റ്, അതെ ഇലക്ട്രിക് സ്ലേറ്റ് അല്ല, നമ്മുടെ എന്താ പറയുക ടച്ച് ചെയ്തിട്ട് നമ്മൾ പെനൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ.
പിന്നെ കുറേ ക്ലിപ്സ് ഹെയർ പാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അവൾ വളരെ ഹാപ്പി. പിന്നെ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയായിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടിയായിരുന്നു. കുറച്ചും കൂടി നമ്മൾക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൾ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്തിടാണ് കേട്ടോ. അങ്ങനെ സുഡിന് അന്ന് മുതൽ ബേബി വേണം, എനിക്ക് ബേബി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഇഷ്ടമായി. അതും ഗേൾ ബേബിനെ തന്നെ വേണം, ബോയ് ബേബി വേണ്ട, ഗേൾ ബേബി ആണെങ്കിൽ എൻ്റെ കൂടെ കളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിലൊക്കെ താങ്ക് യു സോ മച്ച് റീഗ ആൻറ്റീനിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊന്ന് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.